നമസ്കാരം. ന്യൂസ് റൂം ലൈവ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്ത. രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണുകൾ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക്. SFI വീണ്ടും ഉയർത്തിയ ബാനറുകളിൽ ഗവർണറുടെ തുടർ നീക്കമെന്ന്. പ്രതിഷേധം ശക്തമാക്കാൻ SFI. ഗവർണർ പങ്കെടുക്കുന്ന സെമിനാർ വൈകിട്ട്. തിരുവനന്തപുരം സംസ്കൃത കോളേജിലും ബാനർ. നവകേരള സദസ്സ് കൊല്ലം ജില്ലയിൽ. ആദ്യ സദസ്സ് പത്തനാപുരത്ത്. പ്രതിഷേധമുയർത്താൻ യൂത്ത് കോൺഗ്രസ്. കനത്ത സുരക്ഷയൊരുക്കി പോലീസ്. സംസ്ഥാനത്ത് മഴ തുടരും. എറണാകുളത്ത് യെല്ലോ അലർട്ട്. മത്സ്യബന്ധനത്തിന് വിലക്ക്. തമിഴ്നാട്ടിൽ കനത്ത മഴ. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ. വാഗേരിയിലെ നരഭോജി കടുവ കാണാമറയത്ത്. തെരച്ചിൽ ശക്തമാക്കി വനം വകുപ്പ്. നിരീക്ഷണം ശക്തം. കടുവയെ പിടിക്കാത്തതിൽ പ്രതിഷേധം. പാർലമെന്റ് സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. പാർലമെന്റ് അതിക്രമത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്ന ആവശ്യം. സസ്പെൻഷനിലായ MP-മാർ കവാടത്തിൽ പ്രതിഷേധിക്കും. വിശദമായ വാർത്തകൾ നോക്കാം. SFI പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെ ഗവർണർ ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിലെ സെമിനാറിൽ പങ്കെടുക്കും. വൈകിട്ട് 3:30-ക്കാണ് സനാതനധർമ്മ പീഠവും ഭാരതീയ വിചാര കേന്ദ്രവും സംഘടിപ്പിക്കുന്ന സെമിനാർ. ക്യാമ്പസിൽ ഇന്നും ശക്തമായ പ്രതിഷേധം തുടരുമെന്ന നിലപാടിലാണ് SFI. സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തുന്ന AISF ഗവർണറെ തടയുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. SFI വീണ്ടും ബാനറുകൾ ഉയർത്തിയതിൽ ഗവർണറുടെ തുടർ നീക്കവും ഇന്നറിയാം. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ശക്തമായ പോലീസ് വലയത്തിലാണ് സർവകലാശാല ക്യാമ്പസ്. ഗവർണറുടെ സുരക്ഷ കണക്കിലെടുത്ത് സർവകലാശാലയുടെ പ്രധാന കവാടത്തിലൂടെ വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും പ്രവേശനമില്ല. അതിനിടെ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് പുറമെ തിരുവനന്തപുരം സംസ്കൃത കോളേജിലും SFI ഗവർണർക്കെതിരെ ബാനർ ഉയർത്തി. വിധേയത്വം സർവകലാശാലയോടാകണം, സംഘപരിവാറിനോടാവരുതെന്നാണ് ബാനറിൽ കുറിച്ചിരിക്കുന്നത്. വിനേഷ് കുമാറും ഒപ്പം തിരുവനന്തപുരത്ത് വന്ന BV അരുണും വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ ചേരും. ആദ്യം വിനേഷ് കുമാറിലേക്കാണ് പോകുന്നത്. വിനേഷ്, ഇന്ന് എന്ത് പ്രതീക്ഷിക്കണം നമ്മൾ? കാരണം ഇന്നലെ വലിയൊരു പ്രതിഷേധം. SFI ഇന്നലെ പ്രതിഷേധിക്കില്ല എന്നുള്ളൊരു ഒന്നൊക്കെ രാവിലെ പറഞ്ഞിരുന്നു. പക്ഷേ വൈകുന്നേരമായപ്പോഴത്തേക്ക്, രാത്രിയായപ്പോഴത്തേക്ക് സ്ഥിതി ആകെ മാറിയതാണ് നമ്മൾ കണ്ടത്. രാത്രി വലിയ പ്രതിഷേധം SFIന്റെ ഭാഗത്തുനിന്ന് ഉയരുന്നു. ഗവർണർ അഴിപ്പിച്ച ബാനർ മറ്റൊരിടത്ത് SFI ഉയർത്തിയത് നമ്മൾ കണ്ടതാണ്. ഇന്ന് എന്ത് പ്രതീക്ഷിക്കണം? പ്രത്യേകിച്ചും വലിയ തരത്തിൽ പ്രതിഷേധമുണ്ടാകുമെന്ന് SFI പറഞ്ഞ സാഹചര്യത്തിൽ. ഭവ്യ, ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിന് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നലെ 650 പോലീസാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് 2000-ഓളം പോലീസ് പൂർണ്ണമായും ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് വളഞ്ഞിട്ടുണ്ട്. ആളുകൾക്ക്, അതായത് 5 വഴികളിലൂടെ ഇങ്ങോട്ട് കടന്നു വരാൻ കഴിയും. അതായത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയും. ഈ 5 വഴികളും പൂർണ്ണമായും അടച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെ എല്ലാം തന്നെ പോലീസുണ്ട്. ഒപ്പം തന്നെ ഗവർണർ ഇതുവരെയും പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. സാധാരണ അദ്ദേഹം പ്രഭാത സവാരിയൊക്കെ ഇതിനകത്ത് നടത്തുന്നതാണ്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ മാധ്യമപ്രവർത്തകർ നമ്മളിവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പുറത്തേക്ക് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ പരിപാടി 3:30-നാണ് സെമിനാർ ഉള്ളത്. ആ 3:30-ന് മുമ്പ് അദ്ദേഹം ഇറങ്ങുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഇന്നലെ വളരെ നാടകീയമായ സംഭവങ്ങളാണ് ഇവിടെ അരങ്ങേറിയത്. ഇന്നലെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന, നേരത്തെ SFI സ്ഥാപിച്ചിരിക്കുന്ന ബാനറുകളെല്ലാം എത്രയും പെട്ടെന്ന് അഴിച്ചു നീക്കണമെന്ന് കർശന നിർദ്ദേശം നൽകുകയായിരുന്നു ഗവർണർ ചെയ്തത്. തുടർന്ന് പോലീസ് ഇടപെട്ട് ഇതെല്ലാം തന്നെ അഴിച്ചു നീക്കി. എന്നാൽ 1 മണിക്കൂറിനകം തന്നെ SFI പ്രവർത്തകർ സംഘടിച്ചെത്തുകയും കൂടുതൽ ബാനറുകൾ തയ്യാറാക്കി ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പരിസരത്ത് ഇവിടെ ഇതിന് മുമ്പിലുള്ള, അതായത് ഗവർണറുടെ ഗസ്റ്റ് ഹൗസിന് മുമ്പിലോ അല്ലെങ്കിൽ കയറി വരുന്ന കവാടത്തിലോ ഒന്നും തന്നെ ബാനറുകളില്ല. പക്ഷേ മറ്റൊരു സ്ഥലങ്ങളിലേക്ക് ഇവർ റോഡിൽ എഴുതുകയും SFI റോഡിൽ എഴുതുകയും അതുപോലെ തന്നെ ബാനറുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പരിസരത്തു നിന്നെല്ലാം തന്നെ മാറ്റിയത് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഈ ഗവർണർ സർക്കാർ പോരിൻ്റെ മറ്റൊരു പോർമുഖം തുറക്കുകയാണ് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. ഇതിൽ പ്രധാനമായും ഈ വൈസ് ചാൻസലറെ അദ്ദേഹം പലതവണ ഫോണിൽ വിളിച്ചെങ്കിലും അദ്ദേഹത്തെ കാണാൻ വൈകിയെത്തി എന്നുള്ളത് കൊണ്ട് തന്നെ വൈസ് ചാൻസലർക്കെതിരെ നടപടിയെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പരിഗണനയിലുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഒപ്പം തന്നെ ഈ പോലീസിൻ്റെ, അതായത് ഇന്നലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായ
സഹകരണം ഉണ്ടായില്ലെന്നും അതുപോലെ തന്നെ പോലീസ് പിണറായി പറയുന്ന അനുസരിച്ച് പോലീസാണ് പല ഈ ഇത് സ്ഥാപിക്കുന്നതെന്നും എന്നുള്ള രൂക്ഷമായ വിമർശനം ഇന്നലെ ഈ ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തായാലും പോലീസിൻ്റെ ഒരു നിസ്സഹായാവസ്ഥയും ഗതികേടും നമ്മൾ ഇന്നലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നലെയല്ല മിനിയാന്ന് മുതൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും SFIയുടെ സമരപരിപാടികൾ ഇന്നും നടക്കാൻ തന്നെയാണ് സാധ്യത. തീർച്ചയായും ദിനേശ്, അറിയേണ്ടത് പ്രധാനമായും എന്തായിരിക്കും ഗവർണറുടെ ഒരു തുടർ നീക്കം. പ്രത്യേകിച്ചും ഗവർണർ അഴിപ്പിച്ച ബാനർ SFI ഉയർത്തിയിരുന്നു. ആ ഉയർത്തിയ ബാനർ വീണ്ടും ഗവർണർ അഴിപ്പിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രധാനമായും അദ്ദേഹം എങ്ങാനും ഇനി പ്രഭാത സവാരിക്ക് ഇറങ്ങുകയാണെങ്കിൽ ആ ബാനർ കാണാനിടയാവുകയാണെങ്കിൽ ആ ബാനർ അഴിപ്പിക്കാൻ ഒരു നീക്കം ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നറിയണം. അതോടൊപ്പം തന്നെ അത്തരത്തിൽ ഒരു നടപടിയിലേക്ക് ഗവർണർ വീണ്ടും കടക്കുകയാണെങ്കിൽ 100 കണക്കിന് ബാനറുകൾ ഇന്ന് നേരം പുലരും മുൻപ് ഉയരുമെന്ന് SFI പറഞ്ഞിരുന്നു. അത്തരത്തിൽ 100 കണക്കിന് ബാനറുകൾ ഉയർന്നിരുന്നു സർവകലാശാല ഭാഗത്ത്. ഭവ്യ, ഈ സർവകലാശാല ഈ പ്രധാന കവാടത്തിലോ അല്ലെങ്കിൽ ഈ ഗസ്റ്റ് ഹൗസ്, ഇപ്പോൾ ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലോ ഒന്നും തന്നെ ബാനറുകളില്ല. പക്ഷേ ബാനറുകളും അതുപോലെ തന്നെ ഈ റോഡെഴുത്തും എല്ലാം നടത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് കുറച്ച് ദൂരെയാണ്, അക്കാദമിക് ബ്ലോക്കിലേക്ക് പോകുന്ന ഭാഗത്താണ് ഉള്ളത്. ഇവിടെ ഈ പ്രധാന കവാടത്തിനോ അതിൻ്റെ പരിസരത്തുള്ള ബാനറുകളെല്ലാം തന്നെ ഇന്നലെ പോലീസ് നീക്കം ചെയ്തിരുന്നു രാത്രി. ഇതേ ചൊല്ലിയാണ് പിന്നീട് തർക്കമുണ്ടായത്. പോലീസ് നീക്കം ചെയ്തതിനെ തുടർന്ന് പോലീസും സമരക്കാരും തമ്മിൽ SFI പ്രവർത്തകരും തമ്മിൽ വലിയ തോതിലുള്ള വാക്കേറ്റമുണ്ടായിരുന്നു. പരസ്യമായി തന്നെ മലപ്പുറം SP ശശിധരനെ ആർഷോ ഉൾപ്പെടെയുള്ളവർ അസഭ്യം പറയുന്നത് ഉൾപ്പെടെ നമുക്ക് ഇന്നലെ കണ്ടതാണ്. ഇങ്ങനെ വലിയൊരു സംഘർഷഭരിതമായ അന്തരീക്ഷമായിരുന്നു ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഇതുവരെയും ഗവർണറുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. കാരണം അതിനുശേഷം ഇന്നലെ രാത്രി ഇത് പോലീസ് അഴിച്ചുമാറ്റിയതിന് ശേഷം പിന്നീട് ഇവർ SFI പ്രവർത്തകർ സംഘടിച്ചെത്തുകയും പല ഭാഗങ്ങളിലായി ഇത്തരത്തിൽ ബാനറുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് ഇതുവരെയും അഴിച്ചുമാറ്റുന്നത് സംബന്ധിച്ചോ അങ്ങനെ ഒരു നിർദ്ദേശമൊന്നും എന്തായാലും ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇനി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമോ, അത് എന്തെങ്കിലും സന്ദർശിച്ച് ഉടൻ തന്നെ അത് അഴിച്ചു മാറ്റാൻ പറയുകയാണെങ്കിൽ വീണ്ടും SFI പ്രവർത്തകർ സംഘടിച്ചെത്തി കൂടുതൽ ബാനറുകൾ സ്ഥാപിക്കാൻ തന്നെയാണ് നീക്കം. അങ്ങനെ വരികയാണെങ്കിൽ വലിയൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് തന്നെയാണ് അറിയുന്നത്. എന്തായാലും പോലീസ് കൂടുതലുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 650 പോലീസായിരുന്നു ഇന്നലെ വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത് 2000 ആയിരിക്കുന്നു. ഈ 2000 പോലീസ് പൂർണ്ണമായും ഈ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിനെ വലയം ചെയ്തിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ SFIയുടെ സമരപരിപാടികൾ ആരംഭിക്കാൻ ഒരു സാധ്യതയുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഭവ്യ, MSFും സമരപരിപാടികളുമായി, അതായത് ഈ ക്യാമ്പസുകളെ സംഘപരിവാർ വൽക്കരിക്കുന്നതിനെതിരെ അല്ലെങ്കിൽ ഈ ഗവർണറുടെ ഇത്തരങ്ങൾ നീക്കങ്ങൾക്കെതിരെയുള്ള ഒരു സമരപരിപാടികൾ MSFും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഒരു 11 മണിയോടുകൂടി MSF പ്രവർത്തകരും ഇവിടെ ക്യാമ്പസിലെത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. വിനേഷ്, ഗവർണർ ഇന്ന് അവിടെ കാലിക്കറ്റ് സർവകലാശാലയിൽ പ്രധാനമായും സെമിനാറിൽ പങ്കെടുക്കുമെന്ന് അറിയുന്നു. ആ സെമിനാറിലേക്ക് അദ്ദേഹം പോകുന്ന വഴിയിൽ പ്രതിഷേധമുണ്ടാകുമോ? എന്താണ് SFIയുടെ ഒരു നീക്കം അത് സംബന്ധിച്ച്? ഗവർണർ പോകുന്ന വഴി അത് നമുക്ക് അറിയാം. ഇപ്പോൾ ഇതാണ് ഈ ദൃശ്യങ്ങൾ ഇവിടെയാണ് ഗവർണർ, ഈ ഗസ്റ്റ് ഹൗസിലാണ് ഇപ്പോൾ ഗവർണർ താമസിക്കുന്നത്. ഇവിടെ നിന്ന് അദ്ദേഹം ഈ ഗേറ്റ് വഴി, ഇതാ ഞാൻ നിൽക്കുന്ന ഈ ഗേറ്റ് വഴിയാണ് പുറത്തേക്ക് വരിക. അതിനുശേഷം ഈ റോഡിലൂടെ ആണ് അദ്ദേഹത്തിന് പോകേണ്ടത്. അവിടെ 2 പോലീസുകാർ നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അതിൻ്റെ വലതുഭാഗത്തുള്ള അതുവഴിയാണ് പോകേണ്ടത്. അത്രമാത്രം ദൂരം മാത്രമേ ഉള്ളൂ. അതായത് ഒരു 50 മീറ്റർ ദൂരം മാത്രമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് സഞ്ചരിക്കേണ്ടി വരികയുള്ളൂ. അദ്ദേഹത്തിന് കാൽനടയായും വരാം, അതല്ലെങ്കിൽ വാഹനത്തിലും കയറാം. എങ്ങനെയായാലും ഇല്ല ഇവിടെയും. പക്ഷേ ഇപ്പം തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ പോസ്റ്ററുകളെല്ലാം ഉണ്ട്. ഈ സെമിനാർ ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിൻ്റെ പ്രവാചകൻ എന്ന് പറയുന്ന സെമിനാറിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. ഈ സെമിനാർ ആണ് 3:30 ആരംഭിക്കുക. ഇത് ഭാരതീയ വിചാര കേന്ദ്രമാണ് ഇത് സംഘടിപ്പിക്കുന്നത്. അതായത് സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള ഭാരതീയ വിചാര കേന്ദ്രം നേരത്തെ പ്ലാൻ ചെയ്ത ഒരു പരിപാടിയാണ്. ഇതാണ് നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ സെമിനാർ നടക്കുന്ന സ്ഥലം നമുക്ക് കാണാൻ കഴിയും. ഈ ഗേറ്റും അതിന് ഉള്ള അകത്തും പോലീസുണ്ട്. ഇത്ര മാത്രമേ ഇങ്ങോട്ട് ദൂരമുള്ളൂ. അതായത് കഷ്ടിച്ച് ഒരു 50 മീറ്റർ മാത്രമേ നടക്കാൻ ഉള്ള ദൂരമുള്ളൂ. അതിനിടയിൽ പ്രതിഷേധക്കാർക്കൊന്നും ഇങ്ങോട്ട് പ്രവേശനമില്ലാത്തത് കൊണ്ട് തന്നെ അകത്തേക്ക് ഇനിയിപ്പോൾ ഏതെങ്കിലും രീതിയിലേക്ക് പ്രതിഷേധക്കാരെത്തുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും ഇത്രയും പോലീസും സംവിധാനങ്ങളും സുരക്ഷയും ഉള്ളൊരു സാഹചര്യത്തിൽ സമരം എന്തായാലും ക്യാമ്പസിന് പുറത്ത് തന്നെയായിരിക്കും. ഈ പ്രധാന കവാടത്തിന് പുറത്ത് തന്നെ ആവാനാണ് സാധ്യത.
ഈ പോലീസിന്റെ ഒരു നിസ്സഹായാവസ്ഥയൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. പ്രത്യേകിച്ചും മലപ്പുറം SP ഒക്കെ അദ്ദേഹം ബാനർ അഴിക്കാൻ പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു നിസ്സഹായാവസ്ഥ, ബാനർ അഴിച്ചതിന് ശേഷം സംസ്ഥാന സെക്രട്ടറി ആർഷോ അദ്ദേഹത്തോട് നടത്തിയ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ചും ഇന്നും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഈ പോലീസിന്റെ ഒരു നിസ്സഹായാവസ്ഥ തന്നെയല്ലേ സൂചിപ്പിക്കുന്നത്? എന്തായിരിക്കും പോലീസിന്റെ ഒരു നീക്കം? ഭവ്യ, KSUക്കാരെ തല്ലിച്ചതച്ച പോലെയൊന്നും എന്തായാലും SFIയെ തൊടാനുള്ള ധൈര്യമൊന്നും പോലീസിനില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം നമ്മൾ കണ്ടതാണ് മിനിയാന്നും ഇന്നലെയൊക്കെ നടന്ന സമരങ്ങളിലെല്ലാം തന്നെ പരമാവധി സമരക്കാരെ അനുനയിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പോലീസിനെ പച്ചയ്ക്ക് തെറി വിളിച്ചാൽ പോലും മിണ്ടാതിരിക്കുക, പോലീസിനെ പരമാവധി പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ പോലും പോലീസുകാർ മിണ്ടാതെ അനുസരിക്കേണ്ട ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ്. നമുക്ക് കഴിഞ്ഞ നവകേരള സദസ്സിനൊക്കെ നമ്മൾ കണ്ടതാണ്. കരിങ്കോടിയുമായി പ്രതിഷേധിക്കുന്നവരും അല്ലെങ്കിൽ റോഡിന്റെ അരികിൽ നിന്ന് പ്രതിഷേധിക്കുന്നവരെല്ലാം കയറി മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെ മർദ്ദിക്കുന്ന, പോലീസ് ഉൾപ്പെടെ മർദ്ദിക്കുകയും അവരുടെ പേരിൽ കേസെടുക്കുകയും ഷൂ എറിയുന്നവരെ വധശ്രമത്തിന് കേസെടുക്കുകയൊക്കെ ചെയ്യുന്ന പോലീസാണ്. വളരെ നിസ്സഹായരായി പോകുന്ന ഒരു അവസ്ഥ നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇന്ന് സമരപരിപാടികൾ ഉണ്ടെങ്കിലും ഇതിൽ നിന്നും കടുത്തൊരു തീരുമാനത്തിലേക്ക് പോകാനൊന്നും ഒരു സാധ്യതയില്ല. ഒന്ന്, ശശിധരൻ എന്ന് പറയുന്ന SP ആണ്, മലപ്പുറം SP. അദ്ദേഹത്തെ ഇന്നലെ പരസ്യമായി തന്നെ ആർഷോ ഉൾപ്പെടെയുള്ളവർ അസഭ്യം പറയുന്നത് നമുക്ക് ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ്. എന്നിട്ട് പോലും പോലീസിന് ആ ഒരു ആത്മവീര്യം വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിൽ. കാരണം ഇത് മറ്റേതെങ്കിലും സംഘടനയാണെങ്കിൽ ഈ നിലപാടായിരിക്കില്ല പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നിരിക്കെ ഈ സംഭവത്തിൽ പോലീസിൻ്റെ ഒരു നിസ്സഹായാവസ്ഥ നമ്മൾ കണ്ടതാണ്. ഇനി ഗവർണർ പറയുന്നു എടുത്തു നിൽക്കാൻ. പോലീസിൻ്റെ ഒരു നിസ്സഹായാവസ്ഥ എന്ന് മാത്രം പറയാൻ പറ്റില്ല, പോലീസിൻ്റെ ഒരു ഗതികേട് തന്നെ പറയേണ്ടി വരും. കാരണം ഈ ഗവർണർ എത്തുന്നു, ഈ എത്രയും പെട്ടെന്ന് ബാനർ അഴിച്ചു മാറ്റാൻ പറയുന്നു, SP-യോട് കയർക്കുന്നു, ക്ഷുഭിതനാവുന്നു. ഉടൻ തന്നെ പോലീസ് എത്തുന്നു, ഈ ബാനർ അഴിച്ചു മാറ്റുന്നു. അതിന് പിന്നാലെ SFI പ്രവർത്തകരെത്തുന്നു. ഒരു മണിക്കൂറിനകം തന്നെ അവർ സംഘടിച്ചെത്തി വേറെ ബാനർ സ്ഥാപിക്കുന്നു. ഇനി അത് അഴിച്ചു മാറ്റാൻ പോലീസിന് കഴിയാതെ വരുന്നു. രണ്ടിനുമിടയിൽ, അതായത് ഈ ഗവർണർക്കും അതുപോലെ തന്നെ ഈ സംവിധാനത്തിനും ഇടയിൽ കുടുങ്ങിപ്പോയൊരവസ്ഥയാണ് യഥാർത്ഥത്തിൽ പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ഇനിയിപ്പോൾ ഒരു സമരപരിപാടിയുമായി സമരം ശക്തമായാലും വലിയ അക്രമങ്ങൾ ഉണ്ടായാൽ മാത്രമായിരിക്കും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വലിയൊരു ആക്ഷനൊക്കെ ഉണ്ടാവുകയുള്ളൂ. അത് തന്നെ പരമാവധി ലാത്തി ചാർജ് നടത്തുക എന്നുള്ളൊരിതിലേക്ക് എത്തുകയുള്ളൂ. അത് തന്നെ പരമാവധി പ്രകോപനം ഉണ്ടായാൽ മാത്രം. അല്ലെങ്കിൽ അവരെ അനുനയിപ്പിച്ചുകൊണ്ട് പ്രശ്നമില്ലാത്ത രീതിയിൽ SFI പ്രവർത്തകർക്ക് കാര്യമായി ബാധിക്കാത്ത രീതിയിൽ വിഷയം കൈകാര്യം ചെയ്യുക എന്നുള്ളൊരു നിലപാട് തന്നെയായിരിക്കും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. തീർച്ചയായും. എന്തായാലും ഏതു തരം നിലപാടായിരിക്കും ഗവർണർ ഇന്ന് സ്വീകരിക്കുക, ഗവർണറുടെ തുടർ നീക്കം എന്തായിരിക്കുമെന്ന് തന്നെയാണ് രാജ്യമടക്കം ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ചും കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് കേരളം മാത്രമല്ല രാജ്യമടക്കം ഉറ്റുനോക്കുന്ന വിഷയമായി മാറുന്നു. ഇപ്പോൾ VV അരുൺ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. VV അരുൺ, ഏറ്റവും പ്രധാനം ഇന്നലെ നമ്മൾ കണ്ടതാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ എന്താണ് സംഭവിച്ചതെന്ന്. അതിന് അതേ തുടർച്ചയായി തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജിലും ഇതേപോലെ ബാനർ ഉയർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാലിക്കറ്റ് ദിസ് ഈസ് കേരള എന്നാണ് പറഞ്ഞത്. മിസ്റ്റർ ചാൻസലർ, ദിസ് ഈസ് കേരള എന്നുള്ള ബാനർ രാത്രിയോടുകൂടി ഉയർന്നപ്പോൾ എന്താണ് തിരുവനന്തപുരത്ത് സാഹചര്യം? തിരുവനന്തപുരത്ത് ബാനർ ഉയർന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് SFI പറയുന്നത്? വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഭവ്യ, സംസ്ഥാനത്തെ ഏതാണ്ട് എല്ലാ ക്യാമ്പസുകളിലും ഇത്തരത്തിൽ പ്രതിഷേധ ബാനർ ഉയർത്താനാണ് SFIയുടെ തീരുമാനം. ഇന്നലെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ പറഞ്ഞത് ഒരു ക്യാമ്പസിലെ ബാനർ അഴിച്ചാൽ ആയിരക്കണക്കിന് ബാനറുകൾ ഉയരുമെന്നുള്ളതാണ്. ഇന്ന് രാവിലെ അത് ആദ്യം കണ്ടത് തിരുവനന്തപുരത്ത് രാജ്ഭവന് 2 കിലോമീറ്റർ മാത്രം അകലെയുള്ള സംസ്കൃത കോളേജിലാണ്, കേരള സർവകലാശാലയ്ക്കുള്ള സംസ്കൃത കോളേജിലാണ്. ഇവിടെ മിസ്റ്റർ ചാൻസലർ, നിങ്ങളുടെ വിധേയത്വം സർവകലാശാലയോടായിരിക്കണം, സംഘപരിവാറിനോടാവരുത് എന്ന ബാനറാണ് കറുത്ത തുണിയിൽ SFI പ്രവർത്തകർ ഉയർത്തിയത്. മറ്റു ക്യാമ്പസുകളിലും വൈകാതെ ഇത്തരത്തിലുള്ള പ്രതിഷേധ ബാനർ ഉയരുമെന്നാണ് SFI നേതാക്കളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ മണക്കാടുള്ള നാഷണൽ കോളേജും അതൊരു സ്വകാര്യ കോളേജാണ്, അവിടെയും ഇത്തരത്തിലൊരു ബാനർ SFI പ്രവർത്തകർ ഉയർത്തിയെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അങ്ങനെ തലസ്ഥാനത്തെ മാത്രമല്ല സംസ്ഥാനത്തെ ഏതാണ്ട് എല്ലാ ക്യാമ്പസുകളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധം സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഉയരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരാഴ്ചയ്ക്ക് ശേഷം ഗവർണർ ഇന്ന് തലസ്ഥാനത്തേക്ക് എത്തുകയാണ്. തലസ്ഥാനത്ത് കൃത്യം ഒരാഴ്ച മുമ്പാണ് ഇവിടെ SFIയുടെ അസാധാരണമായ പ്രതിഷേധമുണ്ടായത്. അതിനുശേഷം നമുക്കറിയാം പിന്നീട് രാഷ്ട്രീയം പല രീതിയിൽ മാറിമറിയുന്നു, കലുഷിതമാകുന്നു. ഗവർണറുടെ കാലിക്കറ്റ് സർവകലാശാലയിലെ ഇടപെടലുകൾ, അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ, ഇപ്പോഴും തുടരുന്ന സംഘർഷ സാധ്യത. അതിനുശേഷം ഗവർണർ ഇന്ന് രാത്രി 9 മണിയോടെ തലസ്ഥാനത്തേക്ക് തിരിച്ചെത്തുകയാണ്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ രാജ്ഭവനിലും തലസ്ഥാന നഗരത്തിലൊട്ടാകെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോളേജുകൾ, ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് വലിയ പ്രതിഷേധത്തിനാണ് SFIയും തയ്യാറെടുക്കുന്നത്. ഇന്നലെ ഗവർണറുടെ പ്രസ്താവന
സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനങ്ങൾ തകരാൻ തുടങ്ങിയിരിക്കുന്നു. അതിന് കാരണക്കാരൻ അത് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന പ്രസ്താവന അതീവ ഗൌരവത്തോടെ CPM നേതൃത്വം കാണുന്നു. ഒരു രാഷ്ട്രപതി ഭരണത്തിന് ശുപാർശ ചെയ്യുന്നതിനുള്ള സാധ്യതകൾ പോലും ഈ ഘട്ടത്തിൽ CPM നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. ഇന്നലെ ഈ ഗവർണറുടെ പ്രസ്താവന വാർത്താക്കുറിപ്പ് വന്ന് മണിക്കൂറുകൾക്കകം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർത്താക്കുറിപ്പ് പുറത്തുവന്നു. ഈ സാധ്യതകൾ ഗവർണർ വലിയ നീക്കം നടത്തുന്നു, അതിന്റെ അപകടം തിരിച്ചുള്ള വാർത്താക്കുറിപ്പായിരുന്നു ഇന്നലെ MV ഗോവിന്ദൻ ആ പ്രസ്താവനയാണ് നടത്തിയത്. ഇന്ന് 11 മണിയോടുകൂടി MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണും. CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം AKG സെന്ററിൽ ചേരും, സ്ഥിതിഗതികൾ വിലയിരുത്തും. അത്യന്തം അസാധാരണമായ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കേരളം മാറുകയാണ്. ഒരു വശത്ത് ഗവർണറും മറുവശത്ത് സർക്കാരും ഭരണമുന്നണിയും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. SFIക്ക് പുറമെ CPIയുടെ വിദ്യാർത്ഥി സംഘടന AISF ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗവർണറെ തടയും, 3 മണിക്ക് പങ്കെടുക്കാൻ പോകുന്ന പരിപാടിയിൽ ഗവർണർ തടയുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സംസ്ഥാനമൊട്ടാകെ ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ രാഷ്ട്രീയ പ്രതിഷേധം, ഇടതുമുന്നണിയുടെ CPMന്റെ അതിശക്തമായ പ്രതിഷേധമൊക്കെ നടക്കുന്നു. ഗവർണർ സർക്കാർ പോരെ പാരമ്യത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ പറയാം. ഇന്നെന്തായാലും ഒരാഴ്ചയ്ക്ക് ശേഷം ഗവർണർ തിരുവനന്തപുരത്ത് എത്തുകയാണ്. വൈകിട്ട് കോഴിക്കോട് നടക്കുന്ന പരിപാടിക്ക് ശേഷം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തിരിക്കും. തിരുവനന്തപുരത്ത് നിലവിൽ ഇപ്പോൾ ക്യാമ്പസുകളിൽ ബാനറുകളൊക്കെ ഉയർന്ന സാഹചര്യത്തിൽ ഗവർണർ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഒരു പ്രതിഷേധത്തിന് SFI ഒരുങ്ങുന്നുവെന്ന് മനസ്സിലാക്കണമോ നമ്മൾ? തീർച്ചയായും പ്രതിഷേധമുണ്ടാകും. അത് ഏത് രൂപത്തിലാണെന്ന കാര്യമൊക്കെ ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. SFI നേതൃത്വം അത് വിശദീകരിച്ചിട്ടില്ല. സ്വാഭാവിക പ്രതിഷേധം ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞതാണ്. കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉണ്ടാകും. പക്ഷേ കഴിഞ്ഞ ആഴ്ച 11-ാം തീയതി തലസ്ഥാനത്ത് കണ്ടത് അത്യസാധാരണമായ പ്രതിഷേധമായിരുന്നു. ഗവർണറുടെ വാഹന വ്യൂഹത്തിനടുത്തേക്ക് ഗവർണർ സഞ്ചരിക്കുന്ന കാറിന് മുന്നിലേക്ക് SFI പ്രവർത്തകർ അതിനു ചുറ്റും ഓടിയെടുക്കുന്ന ഒരു കാഴ്ച. ഗവർണർ ആദ്യം അവിടെ നിന്ന് പാളയത്ത് തടയുമ്പോൾ പ്രതിഷേധക്കാർ വരുമ്പോൾ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് പേട്ടയിൽ പള്ളിമുക്കിൽ ഇറങ്ങി നിന്ന് പ്രതിഷേധക്കാരെ വെല്ലുവിളിക്കുന്നു. ആർക്കാണ് എന്നോട് സംസാരിക്കേണ്ടത്, ഇവിടെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുന്നു. മോശം പദപ്രയോഗങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ ശാസിക്കുന്നു. ആരാണ് ഇവിടെയുള്ള ചുമതലയുള്ള സീനിയർ ഉദ്യോഗസ്ഥർ എന്ന ചോദ്യം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർത്തുന്നു. അതിനുശേഷം വിമാനത്താവളത്തിലും കടുത്ത വിമർശനങ്ങൾ അദ്ദേഹം നടത്തുന്നു. അവിടെ നിന്നാണ് പിന്നീട് ഡൽഹിയിലേക്ക് പോകുന്നത്. പിന്നീട് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ തുടരുന്ന സമര പരമ്പരയും ഗവർണറുടെ നാടകീയ നീക്കങ്ങളുമൊക്കെ. ഗവർണർ പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ളപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങി, പ്രതിഷേധക്കാരുള്ളപ്പോൾ പുറത്തിറങ്ങുന്നത് പ്രോട്ടോകോൾ ലംഘനമെന്ന വിമർശനം സർക്കാർ കേന്ദ്രങ്ങൾ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ആരിഫ് മുഹമ്മദ് ഖാൻ വകവയ്ക്കുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം വീണ്ടും ഇത്തരത്തിൽ അദ്ദേഹം പറഞ്ഞത്, കാലിക്കറ്റ് തന്നെ പറഞ്ഞത്, കോഴിക്കോട് തന്നെ അദ്ദേഹം പറഞ്ഞത്, എന്റെ അടുത്തേക്ക് പ്രതിഷേധക്കാർ വന്നാൽ വീണ്ടും ഞാൻ പുറത്തിറങ്ങും, എന്റെ വാഹനത്തിനെ ആക്രമിക്കാൻ വന്നാൽ നോക്കിയിരിക്കില്ല തുടങ്ങിയ കടുത്ത പരാമർശം അദ്ദേഹം നടത്തുന്നുണ്ട്. സ്വാഭാവികമായും ഇന്നും തലസ്ഥാനത്തേക്ക് വരുമ്പോൾ ഈ പ്രതിഷേധമുണ്ടായാൽ അവിടെയും ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്തുനിന്ന് നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെ കണ്ട തരത്തിലുള്ള നീക്കങ്ങൾ തന്നെ കാണേണ്ടി വരുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും തിരുവനന്തപുരത്തും വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് SFI എന്നാണ് മനസ്സിലാക്കുന്നത്. വിനേഷ് കുമാറുമൊപ്പം VV അരുണുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഗവർണർക്കെതിരെ SFI പ്രതിഷേധം കടുപ്പിച്ചതിനെ രാജ്ഭവന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു. റോഡിന്റെ ഇരുവശങ്ങളിലും കൂടുതൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. കൂടുതൽ പോലീസുകാരെയും വിന്യസിച്ചിട്ടുണ്ട്. VV അരുണിന്റെ റിപ്പോർട്ടിലേക്ക്. കൃത്യം ഒരാഴ്ച മുമ്പാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ തലസ്ഥാനത്ത് SFIയുടെ അത്യസാധാരണ പ്രതിഷേധമുണ്ടായത് മാത്രമല്ല, പ്രതിഷേധക്കാരെ തെരുവിലിറങ്ങി വെല്ലുവിളിക്കാൻ ഗവർണർ തയ്യാറായതും വലിയ ഞെട്ടലോടെയാണ് രാഷ്ട്രീയ കേരളം കണ്ടത്. സംസ്ഥാനത്ത് ഇതിനു മുമ്പ് ഇത്തരമൊരു പ്രതിഷേധം ഗവർണർക്കെതിരെ ഉണ്ടായിട്ടില്ല. പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ഉണ്ടായെങ്കിൽ തന്നെ ഒരു ഗവർണറും ഈ രീതിയിൽ തെരുവിലിറങ്ങി പ്രതിഷേധക്കാരെ വെല്ലുവിളിച്ച് തന്റെ അടുത്തേക്ക് വരണം, എന്താണ് ആവശ്യമെന്ന് ചോദിച്ചുകൊണ്ട് ആ ഒരു ധൈര്യം കാണിക്കാൻ ഒരു ഗവർണറും തയ്യാറായിട്ടുമില്ല. അങ്ങനെ ഒരാഴ്ച മുമ്പ് നടന്ന ആ പ്രതിഷേധത്തിന് ശേഷം സംസ്ഥാന രാഷ്ട്രീയം അക്ഷരാർത്ഥത്തിൽ കലങ്ങി മറിയുന്നതാണ് നമ്മൾ കണ്ടത്. ഗവർണർ ഇവിടെ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിന് നേരെ ഡൽഹിയിലേക്കാണ് പോയത്. ഡൽഹിയിലും അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോഴൊക്കെ ശക്തമായ വിമർശനം തുടർന്നു. ഡൽഹിയിൽ അദ്ദേഹത്തെ BJP നേതാക്കളടക്കം സന്ദർശിക്കുകയും ചെയ്തു. അതിനുശേഷം കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ കഴിഞ്ഞ 2 ദിവസമായി നടക്കുന്ന അത്യസാധാരണ സംഭവങ്ങൾ, ഗവർണറുടെ പരസ്യ
സംസ്ഥാന സർക്കാരും അതുപോലെ SFIക്കും എതിരെയുള്ള പരസ്യ പോർവിളി, SFIയുടെ പ്രതിഷേധം, SFI കെട്ടിയ ബാനർ ഗവർണർ അഴിപ്പിക്കുന്നു. വീണ്ടും SFI പ്രവർത്തകർ ബാനർ ഉയർത്തുന്നു. അതിന് പിന്നാലെ സംസ്ഥാനത്തെ മറ്റ് സർവകലാശാലകളിലും ഗവർണർക്കെതിരെ സമാനമായ ബാനർ പ്രതിഷേധം SFI തയ്യാറെടുക്കുന്നു. ആ സാഹചര്യത്തിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരാഴ്ചയ്ക്ക് ശേഷം തലസ്ഥാനത്തേക്ക് രാജ്ഭവനിലേക്ക് മടങ്ങിയെത്തുന്നത്. ഇന്ന് രാത്രി 9 മണിയോടുകൂടി അദ്ദേഹം കോഴിക്കോട്ട് നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അദ്ദേഹം എത്തുമ്പോൾ ഒരുപക്ഷെ വലിയ സുരക്ഷ, നേരത്തെയൊന്നും ഇല്ലാത്ത തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ രാജ്ഭവനിലും പരിസരത്തും ഏർപ്പെടുത്തും. നമുക്കറിയാം, സാധാരണഗതിയിൽ രാജ്ഭവനുള്ളിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ മാത്രമാണ് സാധാരണ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാകാറുള്ളത്. ഈ ഗേറ്റിൽ പാറാവുണ്ട്, അതിനകത്ത് ഗവർണറുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ രാജ്ഭവനിൽ ഉണ്ടാകാറില്ല. പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. ഏതു നിമിഷവും ഗവർണർക്കെതിരെ ഒരു പ്രതിഷേധം എവിടെ നിന്നും ഉണ്ടാകാമെന്ന ഒരു സാഹചര്യമുണ്ട്. SFI പ്രവർത്തകർ കഴിഞ്ഞ ആഴ്ച ഇവിടെ മാർച്ച് നടത്തുമ്പോൾ ഈ ഗേറ്റിന് സമീപത്തേക്ക് വരെ ഓടിയെടുത്തത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് നാടകീയമായ ഗവർണർക്കെതിരെയുള്ള SFIയുടെ സമരപ്രഖ്യാപനവും അദ്ദേഹത്തിനെതിരെ വാഹനത്തിനടുത്തേക്ക് എത്തിവരെയുള്ള പ്രതിഷേധവും ഗവർണർ തെരുവിലിറങ്ങി നിന്ന് SFIക്കാരെ വെല്ലുവിളിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടത്. അതിന്റെ തുടർച്ച ഇനിയും ഉണ്ടാകുമെന്ന വലിയ ആശങ്ക. അതുകൊണ്ടാണ് ഈ രാജ്ഭവന് പുറത്തും കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിരിക്കുന്നത്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് ഗവർണർ എത്തുമ്പോൾ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ വീണ്ടും എത്തും. നഗരം അക്ഷരാർത്ഥത്തിൽ പോലീസ് വലയത്തിലാകും. വൈകുന്നേരത്തോടുകൂടി ഗവർണർക്ക് ആ രീതി സുരക്ഷാ ക്രമീകരണം നമുക്കറിയാം. രാജ്ഭവന്റെ ഇരുവശത്തും റോഡിൽ പോലും ബാരിക്കേഡുകൾ വെച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ വൈകുന്നേരത്തോടുകൂടി ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ, സന്നാഹങ്ങൾ ഒന്നുകൂടി വർദ്ധിപ്പിക്കും. പൂർണ്ണമായും രാജ്ഭവൻ പരിസരം പോലീസിന്റെ നിയന്ത്രണത്തിലാകും. അന്ന് വലിയ സുരക്ഷാ വീഴ്ച ഗവർണറുടെ വാഹനവ്യൂഹം കടന്നുപോകുമ്പോൾ SFI പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായതായ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരും അത് സ്ഥിരീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഒരു തരത്തിലുള്ള സെക്യൂരിറ്റി ലാപ്സും സുരക്ഷയിൽ ഒരു തരത്തിലുള്ള പാളിച്ചയും ഉണ്ടാകുന്ന കർശന നിർദ്ദേശം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. രാജ്ഭവന്റെ അന്നത്തെ വലിയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിയോടും സിറ്റി പോലീസ് കമ്മീഷണറോടക്കം വിശദീകരണം തേടി അടക്കമുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു തരത്തിലും ഗവർണർക്കെതിരെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാകാൻ പാടില്ലെന്ന കൃത്യമായ നിർദ്ദേശത്തോടു കൂടിയാണ് പോലീസ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ ക്രമീകരണങ്ങൾ ഉണ്ടാകും. തലസ്ഥാനമാണ് ഈ ശ്രദ്ധാകേന്ദ്രം. വൈകുന്നേരം രാത്രി 9 മണി ഗവർണർ എത്തുന്നതോടുകൂടി വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധാകേന്ദ്രം ഈ രാജ്ഭവനും ഇവിടെ നിന്നുള്ള നീക്കങ്ങളുമാകും. പ്രത്യേകിച്ചും ഗവർണർ ഒരു വളരെ പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിച്ചത് സംസ്ഥാനത്ത് ക്രമസമാധാനം തകരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഗവർണറുടെ ഈ രാജ്ഭവന്റെ ഓരോ നീക്കവും ഇനി നിർണായകമാണ്. സംസ്ഥാന സർക്കാർ CPM ഭരിക്കുന്ന സർക്കാരാണെങ്കിൽ പോലും സുരക്ഷയുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും സർക്കാരിനും കഴിയില്ല. കാരണം സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ സംസ്ഥാനത്തിന്റെ അത്രയധികം ഉന്നതിരിക്കുന്ന ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹത്തിന് രാഷ്ട്രീയ അദ്ദേഹത്തിനെതിരെ നിലനിൽക്കുമ്പോൾ തന്നെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും സർക്കാരിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇനി ഉള്ള ഓരോ നീക്കങ്ങളും ഈ രാജ്ഭവനിൽ അകത്തുനിന്ന് വരുന്ന ഓരോ നീക്കങ്ങളും വളരെ നിർണായകമാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് രാത്രി 9 മണിയോടുകൂടി തലസ്ഥാനത്തെത്തും. അതോടുകൂടി രാജ്ഭവൻ പരിസരം അദ്ദേഹത്തിന്റെ റൂട്ട് വിമാനത്താവളത്തിൽ നിന്ന് രാജ്ഭവനിലേക്കുള്ള റൂട്ട് ഒക്കെ വളരെ പോലീസിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായി മാറും. പോലീസിന്റെ അതിശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ രാജ്ഭവനിലും തലസ്ഥാന ജില്ലയിലും ഉണ്ടാകും. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. കേരള സർവകലാശാല സെനറ്റിലേക്ക് അംഗങ്ങളെ ശുപാർശ ചെയ്ത ഗവർണറുടെ നടപടി റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും പരിഗണിക്കും. സെനറ്റ് നിയമം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ചാൻസലറും കേരള സർവകലാശാലയും ഇന്ന് വിശദീകരണം നൽകിയേക്കും. കേരള സർവകലാശാല സെനറ്റിലേക്ക് വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള 4 വിദ്യാർത്ഥി പ്രതിനിധികളുടെ നിയമന നിർദ്ദേശം ചോദ്യം ചെയ്ത SFI നൽകിയ ഹർജിയും കോടതി പരിഗണിക്കും. നവകേരള സദസ്സ് കൊല്ലം ജില്ലയിൽ പത്തനാപുരത്താണ് ആദ്യ സദസ്സ്. പുനലൂർ, കൊട്ടാരക്കര, കുന്നത്തൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലും സദസ്സ് നടക്കും. ഗവർണർ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇന്നും ശക്തമായ വിമർശനം ഉന്നയിക്കാനാണ് സാധ്യത. കരിങ്കൊടി പ്രതിഷേധം കണക്കിലെടുത്ത കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. നവകേരള സദസ്സിലെ IAS ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ചോദ്യം ചെയ്യുന്നതാണ് പൊതുതാൽപര്യ ഹർജി. ജസ്റ്റിസുമാരായ A. മുഹമ്മദ് മുഷ്താഖ്,
ശോഭ അന്നമ്മ ഈപ്പൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. കടയ്ക്കൽ ദേവീക്ഷേത്ര മൈതാനിയിൽ ചടയമംഗലം മണ്ഡലത്തിലെ നവകേരള സദസ്സ് സംഘടിപ്പിക്കാനുള്ള തീരുമാനം ചോദ്യം ചെയ്യുന്നതാണ് രണ്ടാമത്തെ ഹർജി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അനുമതി ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, ജി ഗിരീഷ് എന്നിവർ ഉൾപ്പെടെ ദേവസ്വം ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. കൊല്ലം ചക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്ര മൈതാനത്ത് നവകേരള സദസ്സിന് അനുമതി നൽകിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു. വയനാട് വാകേരി കല്ലൂർക്കുന്നിൽ പശുവിനെ കൊന്നത് കൂടല്ലൂരിൽ പ്രജീഷിന്റെ ജീവനെടുത്ത കടുവ തന്നെയെന്ന് സ്ഥിരീകരിച്ചതോടെ നടപടികൾ ഊർജിതമാക്കി വനവകുപ്പ്. പ്രദേശത്ത് RRT സംഘത്തിന്റെ തിരച്ചിലും ഡ്രോൺ നിരീക്ഷണവും നടത്തുന്നുണ്ട്. അതിനിടെ ഒരാഴ്ച പിന്നിട്ടിട്ടും കടുവയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ മൂന്നാനക്കുഴി ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടരുന്ന കടുവാഭീതിക്കൊപ്പം നിരോധനാജ്ഞ കൂടിയായതോടെ വാകേരിയിലെ ജനജീവിതം ദുസ്സഹമായി. കടുവയ്ക്കായുള്ള തിരച്ചിൽ ഒരാഴ്ച പിന്നിട്ടിട്ടും ഫലം കാണാത്തതിനാൽ ജനങ്ങൾ പ്രതിഷേധിച്ചു. ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കഴിഞ്ഞ ദിവസമാണ് വാകേരി കല്ലൂർ കുന്നിൽ സന്തോഷിന്റെ പശുവിനെ കടുവ കൊന്നത്. അർദ്ധരാത്രിയോടെ ബഹളം കേട്ട് പുറത്തിറങ്ങിയ സന്തോഷും കുടുംബവും കടുവയുടെ ആക്രമണം നേരിൽ കണ്ടു. ഒരു 11 മണി കഴിഞ്ഞപ്പോൾ ആട്ടുംകൂട്ടിൽ കിടന്ന് ഭയങ്കര ഒച്ചയുണ്ട്, ആട്ടം ചാടുന്ന ഒച്ച കിട്ടും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കടുവായിരിക്കും, ഞാൻ വലിയ കടുവ വയൽ കൂടെ പോയ പാടുണ്ടല്ലോ. എന്നാലും ഞാൻ പെട്ടെന്ന് ചാടി വെച്ചിട്ട് ലൈറ്റ് അടിക്കാൻ നോക്കുമ്പം ഈ കൂട്ടിൻ്റെ ഭാഗത്ത് നിന്ന് പിന്നെ കഴുത്തിന് പിടിച്ച് വലിച്ച് ചാടിക്കുക. വലിച്ചാടിക്കുന്ന കയറ് പൊട്ടുന്നില്ല, കയറ് പൊട്ടുന്ന വലിച്ച് ചാടിച്ച് താഴേക്ക് ചാടിച്ച് ഇവിടെ ഞങ്ങളെല്ലാവരും ഏറ്റു വന്ന് അതിലൊക്കെ നല്ല കൂടി ഒന്നേരം ഇവിടെ വലിച്ചുകൊണ്ട് പോവുക. കഴുത്തെ പിടിച്ച് വലിച്ചിതിലെ കൊണ്ടുപോകുമ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. വട്ടത്താനി ചൂണ്ടിയാനിക്കവലയിൽ വൈകുന്നേരം പുല്ലരിയാൻ പോയ ആണ്ടൂർ വർക്കിയും കടുവയെ നേരിൽ കണ്ടു. തുടർന്ന് വനംവകുപ്പ് പ്രദേശത്ത് പരിശോധന നടത്തി. പുല്ല് എത്തിച്ച് വാരിക്കെട്ടിന്നാ കൊണ്ടുവരാൻ ബാക്കി കരയ്ക്കുന്ന എത്താനും പറഞ്ഞ് പോരുമ്പോൾ ഒരാളിങ്ങനെ ഉങ്ങിഞ്ഞ വരുന്നുണ്ട് മെല്ലെ. അവിടെ ഈ പുല്ല് കിടക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് കൂടി രക്ഷപ്പെടുകയത്. വാകേരി കൂടല്ലൂരിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയാണ് കല്ലൂർ കുന്ന്. ജഡത്തിലെ മുറിവുകളും പ്രദേശത്തെ കാൽപ്പാടുകളും പരിശോധിച്ചാണ് ആക്രമണം നടത്തിയത് ഒരേ കടുവയാണെന്ന് സ്ഥിരീകരിച്ചത്. കല്ലൂർ DFO അജിത് കെ രാമന്റെയും റേഞ്ചർ അബ്ദുൾ സമദിന്റെയും നേതൃത്വത്തിൽ കടുവയെ പിടികൂടാനുള്ള നടപടികൾ ശക്തമാക്കി. ഉടമസ്ഥൻ ഈ പശുവിനെ ഇന്ന് ഈ കടുവയ്ക്ക് ഇരയായിട്ട് നൽകാമെന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ കൂട് തന്നെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഈ പശുവിനെ നമ്മൾ ഇരയായി വെച്ച് ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റി സുരക്ഷിതമായ ഒരു സ്ഥലം നോക്കി ഈ കൂട് നമ്മൾ സ്ഥാപിക്കുകയും ആ കൂട്ടിൽ പരമാവധി ഡിസ്റ്റർബൻസ് ഒഴിവാക്കുകയും ഈ കടുവയെ ഈ കൂട്ടിൽ കയറ്റാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇടതൂർന്ന കാപ്പിത്തോട്ടങ്ങൾ വെടിവെക്കുന്നതിന് തടസ്സമാകുന്നുണ്ടെങ്കിലും കടുവ ഉടൻ പിടിയിലാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് വനം വകുപ്പ്. ന്യൂസ് 18 വയനാട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി മഴ തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊമറിൻ മേഖലയ്ക്ക് മുകളിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായാണ് മഴ. എറണാകുളം ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് പ്രവചനം. കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെങ്കിലും കേരള തീരത്ത് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാർലമെന്റ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ലോക്സഭയും രാജ്യസഭയും ഇന്നും പ്രക്ഷുബ്ധമാകും. വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നോട്ടീസ് നൽകും. എന്നാൽ സ്പീക്കർ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ടെന്ന നിലപാടിലാണ് സർക്കാർ. സസ്പെൻഡ് ചെയ്യപ്പെട്ട MP-മാർ ഇന്നും പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിക്കും. പാർലമെന്റ് അതിക്രമ കേസിൽ പ്രതികളുടെ വീട്ടിൽ കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്ത അന്വേഷണ സംഘം. സാഗർ ശർമ്മ, നീലം ആസാദ് എന്നിവരുടെ കുടുംബാംഗങ്ങളെയാണ് ചോദ്യം ചെയ്തത്. നീലം ആസാദിന്റെ വീട്ടിൽ പോലീസ് പരിശോധനയും നടത്തി. ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ അനുമതി ലഭിച്ചാൽ പാർലമെന്റിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും. ഒരിടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. ഈ പരിപാടി വിശേഷങ്ങൾ നിങ്ങളിലെത്തിക്കാൻ ഏലമലക്കാടുകളും തേയിലത്തോട്ടങ്ങളും വാർത്തകൾ ചുരമിറങ്ങിയാലും എറണാകുളത്തിന്റെ കിഴക്കൻ മേഖലകൾ മലയാളം പറയുന്ന നാഞ്ചിരാനിന്റെ വിശേഷങ്ങളും സപ്തഭാഷ സംഗമഭൂമി, തേജസ്വിനിയുടെ തീരം, പള്ളിയോടങ്ങളുടെ നാട്, കഥകളി പിറന്ന നാട്, ഗുരുവായൂർ ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല, ഭാഷാപിതാവിന്റെ നാട്ടിൽ
ചെങ്കോട്ട പിന്നിട്ട് പുളിയറ കഴിഞ്ഞാൽ കേരളമായി. കേരളത്തിന് വെളിച്ചം പകരുന്ന സ്വന്തം അണക്കെട്ട് കളരിയുടെ മണ്ണ്. തൊടുപുഴ ഇപ്പോൾ സിനിമാക്കാരുടെ ഭാഗ്യ ലൊക്കേഷനാണ്. കേരളത്തിന്റെ സ്വന്തം വയനാട്. കേരളത്തിന്റെ കശ്മീരിൽ നിന്ന് മലയോര കർഷകന്റെ പുണ്യഭൂമി. മഞ്ചേശ്വരം മുതൽ കളിയിക്കാവിള വരെ കേരളത്തിന്റെ ഓരോ വാർത്താ സ്പന്ദനവും. ഞാൻ കെ വി ബൈജു. ഓരോ മലയാളിയും റിപ്പോർട്ടർമാരാകുന്ന വാർത്താനുഭവം. വലിപ്പ ചെറുപ്പമില്ലാത്ത സകലമാന വാർത്തകളുടെ അരമണിക്കൂർ. സകലമാന കേരളം. തിരികെ വാർത്തയിലേക്ക് വരുമ്പോൾ നടി ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് കേസിലെ 8ാം പ്രതി ദിലീപിന്റെ വാദം കേൾക്കും. ദിലീപിന്റെ അഭിഭാഷകന്റെ സൌകര്യം പരിഗണിച്ചാണ് സിംഗിൾ ബെഞ്ച് വാദം കേൾക്കുന്നത്. യുവ ഡോക്ടർ ഷഹനയുടെ മരണത്തിൽ പ്രതി റുവൈസിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ കോടതി സർക്കാരിന്റെ വിശദീകരണം തേടിയിരുന്നു. റുവൈസിന്റെ പിതാവ് അബ്ദുൾ റഷീദിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. റുവൈസിന് നേരത്തെ തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. വാളയാർ പെൺകുട്ടികളുടെ മാതാപിതാക്കളും സമരസമിതി പ്രവർത്തകരും വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട 6 വയസ്സുകാരിയുടെ ബന്ധുക്കളെ സന്ദർശിച്ചു. കേരള മഹിളാ സംഘവും യുവമോർച്ചയും വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. യുവമോർച്ച മാർച്ചിൽ സംഘർഷമുണ്ടായി. വാളയാർ പെൺകുട്ടികളുടെ മാതാപിതാക്കളും സമരസമിതി പ്രവർത്തകരും വണ്ടിപ്പെരിയാറിലെത്തി. കൊല്ലപ്പെട്ട 6 വയസ്സുകാരിയുടെ കുടുംബം ആവശ്യപ്പെട്ടാൽ എല്ലാവിധ സഹായവും ചെയ്തു നൽകുമെന്ന് വാളയാർ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞു. ഇത്രയും അല്ലായിട്ട് പിന്നൊക്കെ ഇത്ര സുലഭമായിട്ട് ഇറങ്ങി പോകണമെങ്കിൽ അവരെ സംരക്ഷിക്കാൻ ആളുള്ളത് കൊണ്ടാണ് അവർ ഇത്ര യുദ്ധമായിട്ട് ഇറങ്ങിപ്പോയത്. അപ്പോൾ അതൊരിക്കലും അങ്ങനെ ആവരുത്. തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. കേസ് അട്ടിമറിച്ചുവെന്ന് ആരോപിച്ച് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധക്കാർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. കേരള മഹിളാ സംഘവും പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റിയെന്ന മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി ES ബിജിമോൾ കുറ്റപ്പെടുത്തി. പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ച ആരോപിച്ച് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. പ്രതിപക്ഷ പാർട്ടികൾക്കൊപ്പം CPIയും വർഗബഹുജന സംഘടനകളും സമരരംഗത്തെത്തിയത് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കും. ന്യൂസ് 18 ഇടുക്കി. ഇനി ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. കനത്ത മഴ സന്നിധാനത്തേക്കുള്ള തീർത്ഥാടകരുടെ വരവിനെ ബാധിച്ചു. പോലീസിന്റെ കണക്ക് പ്രകാരം 82,409 പേരാണ് 18ാം പടി കയറിയത്. ഇന്ന് 89,509 തീർത്ഥാടകർ ദർശനത്തിനായി ബുക്ക് ചെയ്തിട്ടുണ്ട്. നിലവിൽ സന്നിധാനത്ത് മഴ മാറി നിൽക്കുകയാണ്. ശബരിമല സന്നിധാനത്ത് ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴ അയ്യപ്പന്മാരുടെ വരവിനെ കാര്യമായിട്ട് തന്നെ ബാധിച്ചു. 1,00,000-ഓളം പേർ വരുമെന്ന് കണക്കാക്കിയെടുത്ത് 82,000-ലധികം അയ്യപ്പന്മാർ മാത്രമാണ് എത്തിയത്. നമുക്കറിയാം, പമ്പ മുതൽ സന്നിധാനം വരെ ആളുകൾക്ക് മഴ ഉള്ള സാഹചര്യത്തിൽ നടന്നു വരാൻ എളുപ്പത്തിൽ കഴിയുകയില്ല. പലരും അതുകൊണ്ട് തന്നെ ക്യൂ കോംപ്ലക്സുകളിലും മറ്റ് സ്ഥലങ്ങളിലും കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് പുലർച്ചെ മുതൽ നല്ല തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ആളുകളെ കൃത്യമായ ഇടവേളകളിൽ നിയന്ത്രിച്ചതാണ് ഇപ്പോൾ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. ഇന്നലെ വരാത്ത അയ്യപ്പന്മാർ കൂടി ഇന്ന് എത്തിച്ചേരാനുള്ള സാധ്യതയുള്ളതിനാൽ നല്ല തിരക്ക് വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടലുള്ളത്. കാലാവസ്ഥ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഇടയ്ക്ക് ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലത്തേതിന് സമാനമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അയ്യപ്പന്മാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകും. നിലവിലെ സാഹചര്യത്തിൽ പമ്പ മുതൽ സന്നിധാനം വരെ ഏതാണ്ട് 4-5 മണിക്കൂറുകൾ ചുരുങ്ങിയത് വേണ്ടിവരും. KP ധനേഷിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18.
ശബരിമലയിലെ ഭക്തരുടെ തിരക്ക് നിയന്ത്രണത്തിൽ ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും. സന്നിധാനത്ത് ഭക്തരെ നിയന്ത്രിക്കാൻ സ്വീകരിച്ച നടപടികൾ ചീഫ് പോലീസ് കോർഡിനേറ്റർ ഹൈക്കോടതിയെ അറിയിക്കും. എരുമേലിയിലെ ഇരട്ടി പാർക്കിംഗ് നിരക്ക് ഈടാക്കിയ സംഭവത്തിൽ സ്വീകരിച്ച നടപടി ഗ്രാമപഞ്ചായത്ത് വിശദീകരിക്കും. എരുമേലിയിൽ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നതിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഇന്ന് റിപ്പോർട്ട് നൽകും. ഗതാഗത നിയന്ത്രണം, ഭക്തരുടെ സൌകര്യം, KSRTC ബസ് വിന്യാസം തുടങ്ങിയവയിലും ബന്ധപ്പെട്ട വകുപ്പുകളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വിശദീകരണം നൽകും. ഒരിടവേള കൂടി. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com. ഇപ്പോൾ തിരികെ വാർത്തയിലേക്ക് വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നിയമസഭാ കയ്യാങ്കളി കേസിൽ UDF-നെ പ്രതിരോധത്തിലാക്കാൻ സർക്കാർ 4 UDF മുൻ MLA-മാരെ പ്രതി ചേർത്തു. ശിവദാസൻ നായർ, ഡൊമിനിക് പ്രസന്റേഷൻ, MA വാഹിദ്, AT ജോർജ് എന്നിവരെയാണ് പ്രതി ചേർത്തത്. ഗീതാ ഗോപി നൽകിയ പരാതിയിൽ IPC 34, 323, 341 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തുടരന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഏറെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഈ നിയമസഭാ കയ്യാങ്കളി കേസിൽ UDF-നെ പ്രതിരോധത്തിലാക്കാൻ സർക്കാർ ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത. ഡാൻ, അപ്പോൾ അറിയേണ്ടത് ഈ നിയമസഭാ കയ്യാങ്കളി കേസ് പ്രതിപക്ഷത്തിന് മേൽ കൂടി അന്വേഷണം കൊണ്ടെത്തിക്കുക എന്നതിലൂടെ എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? ഭവ്യ, നിർണായകമായ ഒരു നീക്കമാണ് നിയമസഭാ കയ്യാങ്കളി കേസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, മന്ത്രി V ശിവൻകുട്ടി അടക്കം ഈ കേസിൽ പ്രതിയാണ്. നേരത്തെ നിയമസഭാ സെക്രട്ടറി നൽകിയ പരാതിയിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടന്നിരുന്നത്. അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി കോടതിയും മുമ്പോട്ട് പോവുകയുമാണ്. അതിനിടയിലാണ് പ്രതിപക്ഷത്തെ കൂടി പ്രതിരോധത്തിലാക്കുന്ന ഒരു നീക്കം ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ്, അതായത് 2015 മാർച്ച് 13-നായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം. അന്ന് ധനമന്ത്രിയായിരുന്ന KM മാണി 13ാം നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടയിലായിരുന്നു ഈ നിയമസഭ കയ്യാങ്കളി ഉണ്ടാകുന്നത്. ആ കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ട് നാട്ടിക MLA ആയിരുന്ന ഗീതാ ഗോപി നൽകിയ പരാതിയിലാണ് ഇപ്പോൾ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് 4 മുൻ UDF MLA-മാരെ പ്രതി ചേർത്തുകൊണ്ട് അന്വേഷണം തുടങ്ങിയത്. ആ അന്വേഷണമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഭവ്യ സൂചിപ്പിച്ച പോലെ ഒന്നാം പ്രതിയായി ആ FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശിവദാസൻ നായരുടെ പേരാണ്. രണ്ടാമതായി MA വാഹിദ്, മൂന്നാമത് ഡൊമിനിക് പ്രസന്റേഷൻ, നാലാമത് പാറശാല മുൻ MLA AT ജോർജ്. ഇങ്ങനെ 4 മുൻ UDF MLA-മാർക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവരാണ് പ്രതിപട്ടികയിലുള്ളത്. 3 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 323, 341, 34 ഈ 3 വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ബോധപൂർവമായി ഒരാളെ തടങ്കലിൽ വെക്കുന്നതിന് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ള കേസാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 1 വർഷം വരെയാണ് പരമാവധി തടവ് ലഭിക്കാൻ സാധ്യത ഈ വകുപ്പുകൾ ചുമത്തിക്കഴിഞ്ഞാൽ. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കെ ഇത്തരമൊരു നീക്കമുണ്ടാകുന്നത് UDF-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന ആക്ഷേപം സ്വാഭാവികമായി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉയരും. എന്തായാലും ഏറെ പ്രമാദമായ നിയമസഭാ കയ്യാങ്കളി കേസിലാണ് പ്രതിപക്ഷത്തെ കൂടി പ്രതിരോധത്തിലാക്കുന്ന ഒരു നീക്കം ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. 1 മാസം മുമ്പാണ് മ്യൂസിയം പോലീസ് വളരെ രഹസ്യമായി ഗീതാ ഗോപിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തത്. ആ കേസിന്റെ FIR വിശദാംശങ്ങൾ അടക്കമാണ് ന്യൂസ് 18 ഇപ്പോൾ പുറത്തുവിടുന്നത്. അതിനുശേഷമാണ് 2 ദിവസം മുമ്പായി കേസ് അന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ച് SP-ക്ക് കൈമാറിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. കേസുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ അന്വേഷണത്തിൽ ലഭിച്ച മുഴുവൻ വിവരങ്ങളും ക്രൈംബ്രാഞ്ചിന് മ്യൂസിയം പോലീസ് കൈമാറിയിട്ടുമുണ്ട്. അതായത് ഈ കേസിന്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ ലഭിച്ച പരാതിയിൽ അന്വേഷണം നടത്തുന്നത് ക്രൈംബ്രാഞ്ചാണ്. അതുകൊണ്ടാണ് മ്യൂസിയം പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടും നിലവിൽ ഈ കേസിന്റെ അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ച് SP-ക്ക് ഈ പരാതി കൈമാറി വിശദമായ തുടരന്വേഷണത്തിന് കൈമാറിയിരിക്കുന്നത് എന്ന സൂചനകളാണ് നമുക്ക് നമ്മുടെ സോഴ്സുകളിൽ നിന്ന് ലഭ്യമാകുന്നത്. എന്തായാലും ഏറെ നിർണായകമായ ഒരു നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. നമുക്കറിയാം, മന്ത്രി V ശിവൻകുട്ടി അടക്കം ഉൾപ്പെട്ട ഒരു കേസാണ്. അങ്ങനെയാണെങ്കിൽ ഈ മന്ത്രി ശിവൻകുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ സർക്കാർ പ്രതിപക്ഷത്തിന് മേൽ ഇപ്പോൾ പ്രതിരോധം തീർക്കുന്നത്? എങ്ങനെ മനസ്സിലാക്കണം അതിനെ?
സ്വാഭാവികമായും ഇടതു മന്ത്രിസഭയിലെ ഒരു മന്ത്രി കൂടി ഉൾപ്പെട്ട അത്തരത്തിലേറെ വിവാദങ്ങൾക്ക് വഴിവെച്ച വലിയ ചർച്ചയായ ഒരു കേസാണ് കയ്യാങ്കളി കേസ്. ആ കേസിൽ വി ശിവൻകുട്ടിയെ പ്രതി ചേർത്ത് അല്ലെങ്കിൽ വി ശിവൻകുട്ടിക്കെതിരെ നടപടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം അത് സർക്കാരിന് വലിയ തിരിച്ചടിയായി മാറും. അതിന് അത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്മാറണമെന്നുണ്ടെങ്കിൽ ഈ കേസ് ഒത്തുതീർപ്പായാൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ആ ഒത്തുതീർപ്പ് നീക്കങ്ങളുടെ ഭാഗമായിട്ട് വേണം ഇത്രയധികം വർഷങ്ങൾക്ക് ശേഷം, അതായത് 2015 നടന്ന സംഭവത്തിൽ 8 വർഷങ്ങൾക്ക് ശേഷം ഗീതാ ഗോപി MLA മൊഴി വീണ്ടും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കേസ് പ്രതിപക്ഷത്തിനെതിരെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് 4 മുൻ UDF MLA-മാരെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുത്തുവെന്ന് പറയുമ്പോൾ 8 വർഷത്തെ കാലദൈർഘ്യത്തിന് ശേഷം ഇങ്ങനെയൊരു കേസെടുത്തതിന് പിന്നിൽ കൃത്യമായ ഒരു ഉദ്ദേശമുണ്ട്. അത് കൃത്യമായി മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരാൻ തന്നെയാണ് സാധ്യത. അത്തരം വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉയരുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. ഡാനി, എന്തായാലും നിലവിൽ സർക്കാരിനുണ്ടായിട്ടുള്ള പ്രതിച്ഛായ നഷ്ടവും മാനനഷ്ടവും ഒക്കെ മറികടക്കുക എന്നൊരു ഉദ്ദേശം ഈ നീക്കത്തിന് പിന്നിലുണ്ട് എന്ന് നമുക്ക് സ്വാഭാവികമായും സംശയിക്കാം, അല്ലേ? ഭവ്യ, ഇതിലെ FIR വിശദാംശങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗീതാ ഗോപിയെ ബോധപൂർവ്വം തടഞ്ഞുവെച്ച് ഞാൻ ഡാനിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA നമുക്ക് പങ്കുചേരുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ, എന്തായാലും നിയമസഭാ കയ്യാങ്കളി കേസിൽ UDF-നെ പ്രതിരോധത്തിലാക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും 4 UDF നേതാക്കൾക്കെതിരെ പ്രതി ചേർത്തിരിക്കുന്നു. എന്താണ് താങ്കൾക്ക് ഇതിൽ പറയാനുള്ളത്? ഇത് UDF-നോട് തിരിച്ചടിയാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? എന്താണ് സർക്കാരിന്റെ നീക്കം എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അക്രമം നടത്തിയവരും അക്രമത്തിന് വിധേയരായവരും ഒരുപോലെ പ്രതിയാകുന്നത് കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ്. അക്രമം നടത്തിയവർക്കെതിരെ കേസെടുത്തു, കോടതി ആ കേസ് മുന്നോട്ട് കൊണ്ടുപോയി. കോടതിയിൽ നിന്ന് കേസ് വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചു. മേൽക്കോടതി അതിനെ അനുവദിച്ചില്ല. അവസാനം നിർബന്ധിതമായി കോടതി വിസ്താരത്തിന് വിധേയമാകേണ്ടി വന്നു. അപ്പൊ പിന്നീട് ഒരു കളം വെട്ടിച്ചാടാനുള്ള പരിശ്രമത്തിലാണ്. അവിടെ ഭരണകക്ഷിയിൽപ്പെട്ട അന്നത്തെ MLA-മാരെ കൂടി പ്രതികളാക്കി ചേർത്താൽ ഈ കേസ് തേഞ്ഞു പാഞ്ഞൊക്കെ പോകും എന്നുള്ള സങ്കല്പത്തിലാണ് ഇവർ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നിയമസമാധാനം മാറുന്ന ഏതെങ്കിലും ഒരു കാലത്ത് ഒരു രാജ്യത്ത് നടക്കുമോ, ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നടക്കുമോ? അതുകൊണ്ട് എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു പറ്റം ആളുകളുടെ സംതൃപ്തിക്ക് വേണ്ടി ഭരണകൂടമാണ് അതിനെ വട്ടം കറക്കുകയാണ്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനാണ് ഈ നീക്കമെന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ പ്രതിരോധത്തിലാകുമോ ഈ വിഷയത്തിൽ കോൺഗ്രസ്? അങ്ങനെ പ്രതിരോധത്തിലായ കോടതിയല്ലേ ഇത് അവസാനം തീരുമാനിക്കേണ്ടത്. പോലീസുകാരൻ എഴുതി വെച്ചാലും ശരി, കോടതിയല്ലേ ഇത് തീരുമാനിക്കേണ്ടത്. കോടതിയിൽ വരട്ടെ, കോടതിയിൽ വരുമ്പോ കോടതി കാണാം. ഈ മന്ത്രി ശിവൻകുട്ടി അടക്കം ഉൾപ്പെട്ട കേസാണെന്ന് താങ്കൾക്കറിയാം. മൊത്തത്തിൽ മന്ത്രി അടക്കം സംരക്ഷിക്കാനുള്ളൊരു നീക്കമാണോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് താങ്കൾ കരുതുന്നുണ്ടോ? അന്നത്തെ വിഷ്വൽസ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ദയവായിട്ടൊന്ന് ജനങ്ങളെ ഒന്ന് കാണിച്ചു കൊടുക്കുക. തീർച്ചയായും. അന്ന് പ്രതിപക്ഷം ഇരുന്നത് എവിടെയാണ്, അന്ന് ഭരണകക്ഷി ഇരുന്നത് എവിടെയാണ്, അവരെന്തിനാണ് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ചീഴി വന്നത്? അവിടെ ഭരണകക്ഷി ബെഞ്ചുകളിൽ വന്ന് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചത് എന്താണ്? ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട തെളിവാണ്. ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്ന ട്രഷറി ബെഞ്ചിന്റെ മുമ്പിലാണ്. ഇവർക്ക് സീറ്റ് ട്രഷറി ബെഞ്ചിന്റെ മുമ്പിലായിരുന്നോ? അല്ല, അവരിരുന്ന സീറ്റിൽ നിന്ന് വെല്ലു ക്രോസ് ചെയ്ത് ട്രഷറി ബെഞ്ചിന്റെ മുമ്പിൽ വന്ന് അക്രമം കാണിക്കുകയായിരുന്നു. അവസാനം അക്രമം കാണിക്കരുതേ എന്നവരെ കൂടി അക്രമകാരികളാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടന്നു. അതാണ് ഇപ്പോഴത്തെ സംഭവവികാസം. ഒരു ഒത്തുതീർപ്പിന് കോൺഗ്രസ് ശ്രമിക്കുമോ അല്ലെങ്കിൽ വഴങ്ങുമോ? താങ്കൾ എന്താണ് പറയുന്നത്? ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒത്തുതീർപ്പിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ക്രിമിനൽ കേസിൽ ഒത്തുതീർപ്പുണ്ടോ? ക്രിമിനൽ കേസ് കോടതി തീരുമാനിക്കട്ടെ. അങ്ങനെ ക്രിമിനൽ കേസിൽ എന്ത് ഒത്തുതീർപ്പ്? ആ ഒത്തുതീർപ്പിനൊന്നും വഴങ്ങുന്ന പ്രശ്നമേ ഇല്ല. തീർച്ചയായും. ശ്രീ തിരുവഞ്ചൂർ, താങ്കൾ പറഞ്ഞതുപോലെ ദൃശ്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു നീക്കത്തിന് ഇപ്പോൾ സർക്കാർ തുനിഞ്ഞതെന്നാണ് താങ്കൾ കരുതുന്നത്? ഇപ്പൊ ഈ ഗവൺമെന്റ് അൺപോപ്പുലറായി. ഈ ഗവൺമെന്റ് ഏറ്റവും വലിയ അടിത്തട്ടിലാണ് ഇരിക്കുന്നത്. അവിടെ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി, അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അവസാനത്തെ ഒരു ശ്രമം കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും ഈ ഗവൺമെന്റ് രക്ഷപ്പെടാൻ പോകുന്നില്ല.
തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് വീണ്ടും ഡാൻ കുര്യനിലേക്ക് തന്നെ പോവുകയാണ്. ഡാൻ, എന്തായാലും യാതൊരു ഒത്തുതീർപ്പിനും കോൺഗ്രസ് ഇല്ല, അതിന്റെ ആവശ്യമില്ല എന്നാണ് ശ്രീ തിരുവഞ്ചൂർ അടക്കം നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചത്. ഇനി എന്തായിരിക്കും കോൺഗ്രസിന്റെ ഒരു നീക്കം? കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ ഇതൊരു തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ടോ ഡാൻ? എന്താണ് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും തിരുവഞ്ചൂരിന്റെ വാക്കുകളിൽ തന്നെ അത് വ്യക്തമാണ് ഭവ്യ. ഇത് രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കി UDF മാറ്റാൻ തന്നെയാണ് സാധ്യത. കാരണം മുൻകൂർ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ പ്രകാരമാണ് ഈ IPC 323, 341, 34 വകുപ്പുകളൊക്കെ മുൻകൂർ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ്. പക്ഷേ അത്തരത്തിലൊരു മുൻകൂർ ജാമ്യം പോലും എടുക്കാതെ നിയമ നടപടികളിലേക്ക് പോലീസ് നീങ്ങുകയാണെങ്കിൽ അറസ്റ്റിന് വഴങ്ങുന്ന ഒരു നീക്കം അത് തന്നെ ഉണ്ടാകാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അത് UDF വലിയ തരത്തിൽ രാഷ്ട്രീയ പ്രചാരണമായി മാറ്റും. ഈ ദൃശ്യങ്ങളടക്കം പ്രദർശിപ്പിച്ചുകൊണ്ട്, അതായത് നിയമസഭയിൽ കയ്യാങ്കളി നടത്തിയത് ആരാണ് എന്ന ബോധ്യമായിട്ടും അവരെ സംരക്ഷിച്ചുകൊണ്ട് UDF MLA-മാരെ പ്രതി ചേർക്കുന്ന ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി സർക്കാർ മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ തന്ത്രം തന്നെയായിരിക്കും UDF-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുക. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാക്കുകൾ അത് വ്യക്തമാണ്. എന്തായാലും കൂടുതൽ പ്രതിപക്ഷ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ 4 പേരും മുൻ MLA-മാരാണ്, അവരടക്കം ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതുണ്ട്. ഇതിൽ ശിവദാസൻ നായരെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടാണ് ഈ കേസ് എടുത്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അതേ സമയത്ത് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, നമ്മൾ ഈ ഡൊമിനിക് പ്രസന്റേഷനെ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നാണ് പറഞ്ഞത്. ഡാന് തുടരാം. തീർച്ചയായിട്ടും അത്തരത്തിൽ MLA-മാരുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ, മുൻ MLA-മാരുടെ പ്രതികരണം അടക്കം ഈ ഘട്ടത്തിൽ വരേണ്ടതുണ്ട്. എന്തായാലും രാഷ്ട്രീയമായ ഒരു നീക്കം ഈ ഒരു ഘട്ടത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് 8 വർഷങ്ങൾക്ക് ശേഷം നിയമസഭാ കയ്യാങ്കളി കേസിൽ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അത് കൃത്യമായ രാഷ്ട്രീയമായ ഒരു ലക്ഷ്യം അതിന് പിന്നിലുണ്ട്. ആ ലക്ഷ്യം ഒത്തുതീർപ്പാണോ അതോ മറ്റെന്തെങ്കിലുമാണോ, അതാണ് ഇനി വ്യക്തമാക്കാനുള്ളത്. പക്ഷേ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കുകയാണ്, ഒരു ഒത്തുതീർപ്പിന് വഴങ്ങില്ല എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നു. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്ത് മ്യൂസിയം പോലീസ് തുടക്കമിട്ട അന്വേഷണമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഈ കേസിന്റെ അന്വേഷണം തുടരുമ്പോൾ സ്വാഭാവികമായി ഈ 4 പേരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ട നടപടികളിലേക്ക് കടക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അത് മുൻകൂർ ജാമ്യം എടുക്കാത്ത പക്ഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യത. അങ്ങനെ വന്നാൽ അത് തീർച്ചയായിട്ടും UDF രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കി സർക്കാരിനെതിരെ ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത്തരം നീക്കങ്ങൾ തന്നെയാണ്, പ്രതികരണങ്ങൾ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഭവ്യ, ശരി, എന്തായാലും ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത്. നിയമസഭാ കയ്യാങ്കളി കേസിൽ UDF-നെ പ്രതിരോധത്തിലാക്കാൻ സർക്കാർ ഒരുങ്ങുന്നു. 4 UDF മുൻ MLA-മാരെ പ്രതി ചേർത്തിട്ടുണ്ട്. ശിവദാസൻ നായർ, ഡൊമിനിക് പ്രസന്റേഷൻ, MA വാഹിദ്, AT ജോർജ് എന്നിവരെയാണ് പ്രതി ചേർത്തത്. ഗീതാഗോപി നൽകിയ പരാതിയിൽ IPC 34, 323, 341 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് തുടരന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഡാൻ കുര്യനാണ് പങ്കുവച്ചത്. അടുത്ത വാർത്താ ബുള്ളറ്റിനിൽ നമുക്ക് ഈ വാർത്ത വിശദമായി ചർച്ച ചെയ്യാം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഈ പരിപാടി